മാർക്കറ്റിന് ഇറങ്ങിയതാണ്. ഇച്ചിരി തണുപ്പ് എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇട്ടത്, ഇച്ചിരി തണുക്കായിരിക്കാൻ. നൈറ്റ് അത്യാവശ്യം ആക്റ്റീവാണ് ഇവിടെ. ഞാൻ കാണിച്ചു തരാവേ. സമയം ഒരു 8 മണി കഴിഞ്ഞു. നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയേക്കുന്നത്. അപ്പനും മോനും പോന്നു. മാത്തൂനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ മാത്തൂനൊക്കെ സാധനം വാങ്ങിക്കുന്നൊരു കടയുണ്ടായത് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ ഇവിടെ എന്നാവും ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. എന്നും ഞാൻ നിങ്ങളെ സൂപ്പർ മാർക്കറ്റല്ലേ കാണിക്കുന്നത്, ഇന്ന് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം. എന്നാ ഡ്രസ്സ് കണ്ടോ? നമുക്ക് ഇങ്ങോട്ട് കയറാം. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ട് തന്നെ കയറാം. അപ്പോൾ നമുക്ക് ഇവിടെ കയറാം. ഞാൻ അതിൻ്റെ ആവശ്യമൊക്കെ കാണിക്കാം കേട്ടോ. പിള്ളേരുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു കംപ്ലീറ്റ് പിള്ളേരുടെ സ്റ്റോറാണ്. ഇതൊക്കെ മൊത്തം ഫുഡ് ഐറ്റംസ് ആണ്. ഭയങ്കരമായിട്ട് പലതരത്തിലുള്ള വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ട്. ചീസ് കലർന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പാലിൻ്റെ മാത്രം, ഇതൊക്കെ പാൽപ്പൊടി, ഫോർമുല പൊടികളാണ്. അതുപോലെ പാലുകളുണ്ട്, പിള്ളേർക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള പാലുകളുണ്ട്. അതുപോലെ ഫ്രൂട്ട് പൾപ്പുകളുണ്ട്, ചെറിയ ചെറിയ സ്നാക്ക് പാക്കറ്റുകൾ ഒരുപാടുണ്ട്. ഒരു വെറൈറ്റി ഓഫ് സെക്ഷനാണ്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഇങ്ങനത്തെ തരത്തിലുള്ളത്. പക്ഷേ ഇതുപോലെ ഫുഡ് ഐറ്റംസ് തന്നെ ഉള്ള ഞാൻ കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഫുഡിൻ്റെ വെറൈറ്റി സെക്ഷൻ പിള്ളേർക്ക് മാത്രമുള്ള സ്റ്റോർ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പാസിഫയർ, ബോട്ടിൽസ്, അങ്ങനത്തെ ഒരു സെക്ഷൻ. പ്രൈസ് റേഞ്ച് ആണെങ്കിലുണ്ടല്ലോ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും, അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയെടുത്താൽ മതി. അതുപോലെ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ക്രീംസും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. മാത്തൂനിപ്പോൾ അണപ്പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു പേസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് എഡിബിൾ പേസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രഷ് ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്കൊരു എഡിബിൾ പേസ്റ്റ്, ചിക്കോടെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ടെലിഫോൺ ബൂത്ത് കണ്ട നമ്മുടെ ഹാരി പോട്ടറിനകത്തൊക്കെ ഞാൻ കണ്ടപ്പോൾ രസം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ഇട്ടായിരുന്നല്ലോ, തിങ്കളാഴ്ച ഞാൻ മാർക്കറ്റെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു സെൻറ്റർ നമ്മൾ ക്രോസ് ചെയ്ത് പോയല്ലോ, ആ ഒരു സെൻറ്ററായത്. ഈ കാണുന്നത് കുമ്മോണ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വില്ലേജ് ഓഫീസ്, അതാണ് ഈ കാണുന്നത്. അതിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. സ്ക്വയറിൻ്റെ അടുത്ത് തന്നെ അതുപോലൊരു പാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പാസ്സൊന്നും ഇല്ലാതെ നമുക്ക് ആർക്കും എപ്പോഴും വരാൻ പറ്റുന്ന ഒരു പാർക്കാണ്. പിള്ളേരുടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് ആക്റ്റീവ് അല്ലായിരുന്നു, അതുകൊണ്ട് ചില റൈഡുകളൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ആടാൻ പാകത്തിനുള്ള ഊഞ്ഞാലും, ഞാനും ഊഞ്ഞാലാടി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സൺഡേ പോയപ്പോഴാണ് ആക്ച്വലി ഈ പാർക്ക് ശരിക്കും ഒന്ന് ആക്റ്റീവ് ആയത്. അപ്പോൾ ഇത് കണ്ട് ഈ ട്രെയിനിലൊക്കെ ഞാനും മാത്തും ഒക്കെ കയറുകയൊക്കെ ചെയ്തു. മാത്തു താത്ത
ആളും പേരും ഒക്കെ കണ്ടപ്പോഴത്തേക്കും മാത്തു ഭയങ്കര ആക്റ്റീവായി. ഞങ്ങളെ മാത്രമല്ലേ എന്നും കാണുന്നപ്പോൾ കുറച്ച് ആൾക്കാരെ കൂടുതൽ കണ്ടപ്പോൾ ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവനെ ഞങ്ങൾ പിന്നെ അതിലേക്കൂടെയൊക്കെ പയ്യെ കൈ പിടിച്ച് നടത്താനൊക്കെ ട്രൈ ചെയ്തു. മടിയനാണ് നടക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾ നടത്താനൊക്കെ അവൻ്റെ വണ്ടിയൊക്കെ പിടിച്ച് നടക്കാനായിട്ട് അവനും ഇഷ്ടപ്പെട്ടു നടക്കാനായിട്ട്. ഫാമിലി സൺഡേ ആണ് ഇത് ആക്റ്റീവ് ആകുന്നത്. അപ്പം റൈഡ്സുകളും ഇഷ്ടംപോലെ ആൾക്കാർ കപ്പിൾസായിട്ടും കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവരും അല്ലാതെ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നവരും നോൺ ഇറ്റാലിയൻസും ഒക്കെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങി പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.